അസ്സലാമു അലൈക്കും. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സൂറ സുമർ മക്കയിൽ അവതരിച്ചതാണ്. 75 ആയത്തുകളാണുള്ളത്. സുമർ എന്ന പദം ആയ നമ്പർ 71-ലും 73-ലും വന്നിട്ടുണ്ട്. കൂട്ടം കൂട്ടമായി എന്നാണ് അർത്ഥം വരുന്നത്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ. സത്യനിഷേധികളായിരുന്നവർ കൂട്ടം കൂട്ടമായി നരകത്തിലേക്ക് തെളിയിക്കപ്പെടുന്നു. അടുത്ത ആയത്തിൽ വരുന്നത് വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ. റബ്ബിനെ ധിക്കരിക്കുന്നത് സൂക്ഷിച്ചവരോ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നതാകുന്നു. അപ്പോൾ ഈ മീനിങ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ആയത്തുകളിൽ കൂടി പോകുമ്പോൾ നമുക്ക് ശരിക്കും അന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയായിരിക്കുമെന്ന് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കൂട്ടരെ ഇങ്ങനെ നയിച്ചുകൊണ്ടും പോകുന്നതും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചാണ് നമ്മുടെ പരലോക വിശ്വാസം നമുക്ക് കൂട്ടാൻ സാധിക്കുന്നത്. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുവിന് മാത്രം അടിമപ്പെടണം എന്നതാണ്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. ഇനി അവരോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവർ പറയുന്നത് ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാകുന്നു. എന്നിട്ട് അവർ പറയും, അവരും ഇപ്പോൾ ഉള്ള ബഹുദൈവ വിശ്വാസികളും എല്ലാവരും പറയുന്നത് ഒരു സൃഷ്ടാവ് ഒന്നേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എന്നാലും അള്ളാഹുവിൻ്റെ സന്നിധാനം നമുക്ക് എത്താവുന്നതിലും വളരെ ഉയർന്നതാണ്. അതിനാൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവലാദികളും അള്ളാഹുവിലേക്ക് എത്തിക്കാൻ ആ മഹാത്മാക്കളെ മാധ്യമങ്ങളാക്കുകയാണ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളുമായിട്ട് വളരെ അടുത്താണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അള്ളാഹുവിനെ കൂടാതെ വേറെ മറ്റാർക്കും ഒരു സഹായം ചെയ്തു തരാൻ സാധിക്കില്ല. എന്നിട്ടും പലപ്പോഴും ഈ അബദ്ധത്തിൽ അവർ ചെന്ന് ചാടാൻ കാരണം പൂർവികരോടുള്ള ഒരു വൈകാരികത കൊണ്ടാകാം. അവരങ്ങനെ ചെയ്തിട്ട് അത് തന്നെ പിന്തുടരണം എന്നുള്ള ഒരു അർത്ഥത്തിലുമാകാം. പക്ഷേ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. മറ്റൊരു കാര്യം പറയുന്നത് ഐക്യവും ഏകീകരണവും തൗഹീദിൽ മാത്രമേ സാധ്യമാകൂ. ബഹുദൈവത്വത്തിൽ ഐക്യം അസാധ്യമാകുന്നു. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള മാധ്യമം ഏതെല്ലാം അസ്തിത്വങ്ങളാണെന്ന കാര്യത്തിൽ ഈ ലോകത്തെ ബഹുദൈവാരാധകർ ഒരിക്കലും ഏകാഭിപ്രായക്കാരായിട്ടില്ല. അപ്പോൾ ഈ ബഹുദൈവ ആരാധകർ എന്ന് പറയുന്നത് അള്ളാഹുവിനെ കൂടാതെ മറ്റാരെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും അതിൽ പെടും. ഒരു കൂട്ടർ ചില ദേവികളെയും ദേവന്മാരെയും മാധ്യമമാക്കുന്നു. എല്ലാ ദേവീദേവന്മാരുടെയും കാര്യത്തിൽ അവർ തമ്മിൽ തന്നെ യോജിക്കുന്നില്ല. ചിലർ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയവയെ മധ്യസ്ഥരാക്കുന്നു. എന്നാൽ അവരിൽ ആർക്ക് ഏത് സ്ഥാനമാണുള്ളതെന്നും അള്ളാഹുവിലെത്തുന്നതിനുള്ള മാധ്യമം ആരാണെന്നുമുള്ള കാര്യത്തിൽ ആരാധകർ തമ്മിൽ യോജിക്കുന്നില്ല. ചിലരുടെ ദൃഷ്ടിയിൽ മൺമറഞ്ഞ പുണ്യാത്മാക്കളാണ് മാധ്യമം. അതിലുമുണ്ട് എണ്ണമറ്റ ഭിന്നതകൾ. ഒരു കൂട്ടർ ഒരു മഹാനെ അംഗീകരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ വേറൊരു മഹാനെ ആണ് അംഗീകരിക്കുന്നത്. ഈ അനുമാനങ്ങൾക്കൊന്നും വൈജ്ഞാനികമായ ഒരടിസ്ഥാനവുമില്ല. പൂർവികരെ അന്ധമായി അനുകരിക്കുന്നത് മൂലം ആളുകളിൽ പ്രചരിച്ച ഒരനാചാരം. അതിനാൽ അതിൽ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉണ്ടാവും. അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറയുന്നു. അള്ളാഹു ആരെയെങ്കിലും അവൻ്റെ പുത്രനാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് അവൻ ഇഷ്ടമുള്ളവനെ തിരഞ്ഞെടുക്കുമായിരുന്നു. വീണ്ടും അള്ളാഹു ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിലുള്ള നമ്മളിലും കാലികളിലും പ്രപഞ്ചത്തിലും ഉള്ള എല്ലാ ഇതിലേക്കും നമ്മളുടെ ശ്രദ്ധ തിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കാൻ
ഇത് ഏകദൈവം മാത്രമേ ഉള്ളൂ, ഇതിൽ മറ്റാരും പങ്കാളികളില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. രാപ്പകലുകളുടെ കാര്യം, സൂര്യചന്ദ്രന്മാരെ ഓരോന്നും ഒരു നിശ്ചിത സമയം വരെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ സുമ്മ ജഅല മിൻഹാ സൗജഹ വഅൻസല ലക്കും മിനൽ അൻആമി സമാനിയത അസ്വാജ്. നിങ്ങൾക്ക് വേണ്ടി കാലികളിൽ നിന്നും 8 ഇണകളെ സൃഷ്ടിച്ചു. അതായത് ഒട്ടകം, പശു, കോലാട്, ചെമ്മരിയാട് എന്നിവയാണ്. അവയിലെ 4 ആണും 4 പെണ്ണും ചേർന്ന് 8 ഇണകളാവുന്നു. അവൻ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് ഇരുട്ടുകൾക്കുള്ളിൽ നിങ്ങളെ ഒന്നിനു പിറകെ ഒന്നായി രൂപപരിണാമം ചെയ്തെടുക്കുന്നു. ഉദരം, ഗർഭാശയം, ഭ്രൂണത്തെ പൊതിയുന്ന പാട എന്നിവയാണ് 3 ഇരുട്ടുകൾ. ഉടനെ പറയുന്നു, ദാലികുമുല്ലാഹു റബ്ബുക്കും ലഹുൽ മുൽക്ക് ലാ ഇലാഹ ഇല്ലഹു ഫഅന്നാ തുസ്റഫൂൻ. ആധിപത്യം അവന് മാത്രമുള്ളതാകുന്നു, അവനല്ലാതെ ദൈവമേതുമില്ല. എന്നിരിക്കെ എവിടെ നിന്നാണ് നിങ്ങൾ തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ആളുകൾ വഴിതെറ്റിപ്പോകുന്നത്? ഒന്നാമത്തെ കാര്യം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ. അവർക്ക് ബലി കഴിക്കാൻ അവർ റെഡിയാവുന്നില്ല. അതുകൊണ്ട് അവർക്കത് ഗ്രഹിക്കാതിരിക്കുന്നതിലാണ് അവരുടെ താല്പര്യം. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചേഞ്ച് ആകണമല്ലോ. അതുകൊണ്ട് അവരത് ഗ്രഹിക്കുന്നത് തന്നെയില്ല. പിന്നെ ഇങ്ങനെയുള്ളവർ മറ്റുള്ളവരെ വഴി തെറ്റിക്കുകയും ചെയ്യും. സാധാരണക്കാർ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ കാരണം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിയായ അറിവ് നമ്മൾ സ്വയം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. അത് വളരെ ഈസിയാണ്. ഖുർആനിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൽ ഓരോ സ്ഥലത്തും ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ മറ്റാർക്കും വഴിതെറ്റിക്കാൻ സാധിക്കില്ല. അത് നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അത് നമ്മൾ നിറവേറ്റാതെ ഈസി വേക്ക് ബാക്കിയുള്ളവർ പറഞ്ഞത് അനുസരിച്ച് അങ്ങ് പോകുമ്പോഴാണ് ശരിയും തെറ്റും കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നത്. വഇൻ തഷ്കുറു യർളഉ ലക്കും. നിങ്ങൾ നന്ദി കാണിക്കുന്നുവെങ്കിൽ അതാണ് അവൻ നിങ്ങൾക്കിഷ്ടപ്പെടുന്നത്. അടുത്തത് പറയുന്നത് വലാ തസിറു വാസിറതുൻ വിസ്റ ഉഖ്റ. ഭാരം വഹിക്കുന്ന ഒരുവനും മറ്റൊരുവൻ്റെ ഭാരം വഹിക്കുന്നതല്ല. അതായത് നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ കർമ്മങ്ങൾക്ക് സ്വയം ഉത്തരവാദികളാകുന്നു എന്നർത്ഥം. ഒരുവൻ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രീതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി സത്യനിഷേധം സ്വീകരിച്ചാൽ അതിൻ്റെ ദുഷ്ഫലം മറ്റുള്ളവർ ഏറ്റെടുക്കുകയില്ല. അവനവൻ തന്നെ വഹിക്കേണ്ടി വരും. ഇത് വലിയ വലിയ തെറ്റുകളിലാണെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കിലാണെങ്കിലും നമുക്ക് എപ്പോഴും സംഭവിച്ചു പോകുന്നതാണ്. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങി നമ്മൾ തെറ്റ് ചെയ്യും. ഈവൻ ഈ പരദൂഷണം പറയുന്നതാണെങ്കിലും അവരെ ഒന്ന് വെറുപ്പിക്കാതിരിക്കാനും അവരെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നമ്മൾ പറഞ്ഞു പോകും. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഓർക്കാവുന്ന കാര്യമാണ്, നമ്മൾ ചെയ്യുന്നത് അവർ ഏറ്റെടുക്കില്ല. നമ്മൾ ചെയ്യുന്ന പാപം അവസാനം നമ്മൾ തന്നെ നമ്മുടെ ഷോൾഡറിൽ തന്നെ ഉണ്ടാവും. നമ്മൾ തന്നെ അത് ഭാരം വഹിക്കേണ്ടി വരും. അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടിയും വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. കുടുംബത്തിൻ്റെയോ സുഹൃത്തുക്കളുടെയോ സമുദായത്തിൻ്റെയോ കൂടെ ചേർന്ന് സ്വയം ദൈവിക ശിക്ഷയ്ക്ക് അർഹരാകാതിരിക്കാൻ ശ്രമിക്കുക. ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ, ഇംപ്രസ് ചെയ്യാൻ, പിന്നെ ഓരോ ട്രെൻഡിനനുസരിച്ച് മാറി അവരുടെ ഒരു ഇതിനനുസരിച്ച് പോകാൻ, അങ്ങനെയെല്ലാം നമ്മളിൽ രൂപമാറ്റം സ്വഭാവം കൊണ്ടാണെങ്കിലും രൂപം കൊണ്ടാണെങ്കിലും എല്ലാം മാറി മാറി നമ്മൾ ബാക്കിയുള്ളവരുടെ രീതിയിൽ എത്താനും അവരുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മളെ തന്നെ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാപം അവർ വഹിക്കില്ല, നമ്മൾ തന്നെയാണ് വഹിക്കേണ്ടത് എന്നുള്ളതാണ്.
ഒടുവിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ റബ്ബിങ്കലേക്ക് മടങ്ങേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് അപ്പോൾ അവൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മനുഷ്യൻ ഒരാപത്തണയുമ്പോൾ റബ്ബിങ്കലേക്ക് മടങ്ങിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. റബ്ബ് ഔദാര്യം ചൊരിഞ്ഞു കൊടുത്താലോ? അവൻ നേരത്തെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ഏതാപത്തിനെ കുറിച്ചാണെന്നത് മറന്നുകളയും. മറ്റു പലരെയും അള്ളാഹുവിൻ്റെ സമന്മാരായി കൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി പ്രവാചകൻ അടുത്ത് അള്ളാഹു പറയുന്നു, അവനോട് പറയുക, കുറച്ചു നാൾ നിന്ന് നിഷേധം കൊണ്ട് രസിച്ചു കൊള്ളുക. നിശ്ചയമായും നരകത്തിലേക്ക് പോകുന്നവനാകുന്നു നീ. മനുഷ്യർ എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരാപത്ത് നമുക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് അള്ളാഹുവുമായിട്ട് അടുത്ത് പ്രാർത്ഥിക്കും. എന്നിട്ടത് മറിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പഴയതുപോലെ ധിക്കാരികളും അഹങ്കാരികളും പാപികളുമായിട്ട് നമ്മൾ വീണ്ടും തെറ്റിലേക്ക് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതം. എല്ലാവരുടെയുമല്ല, കുറച്ച് പേരുടേത്. അപ്പോൾ അതുകൂടാതെ ഇപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഭയങ്കരമായ ഒരു ആപത്തിൻ്റെ സമയത്ത് ഏക ദൈവത്തിൽ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അള്ളാഹു അത് നിക്ഷേപിച്ചിട്ടുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്നുള്ളത്. ഇനി അവർ വിളിച്ച് പ്രാർത്ഥിച്ച ആ വിഷമം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് അള്ളാഹു അത് മാറ്റിക്കൊടുത്താലോ? വീണ്ടും അവർ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അള്ളാഹുവോട് വണക്കമുള്ളവനും നിൽക്കുന്നവനും സുജൂദ് ചെയ്യുന്നവനുമായി നിശാവേളകൾ കഴിച്ചുകൂട്ടുന്നവനും പരലോകത്തെ ഭയപ്പെടുന്നവനും റബ്ബിൻ്റെ കാരുണ്യം കൊതിക്കുന്നവനുമായ മനുഷ്യൻ്റെ നിലപാടാണോ ശ്രേഷ്ഠം, അതോ ആവശ്യം കഴിയുമ്പം തിരിഞ്ഞു പോകുന്ന ആൾക്കാരുടെ നിലപാടാണോ എന്നാ ചോദിക്കുന്നത്. ഇപ്പോൾ പറയുന്നത് എങ്ങനെയാണ്? അവരുടെ സ്ഥിര സ്വഭാവമാണ് അത്. അവരുടെ എന്താണ്, ഏതവസ്ഥയിലേക്ക് പോയാലും സ്ഥിരമായി അവർ ഈ രീതിയിൽ കൂടെ ആയിരിക്കും പോകുന്നവർ, ഈ പറയുന്നവർ. അതേസമയം മറ്റവർ ആപത്ത് വരുമ്പോൾ മാത്രം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സ്വഭാവം തന്നെ ഒരു ചര്യയാക്കി മാറ്റിയിരിക്കുകയാണ്. പരലോകത്തെ ഭയപ്പെടുന്നവനും റബ്ബിൻ്റെ കാരുണ്യം കൊതിക്കുന്നവനുമായ മനുഷ്യൻ്റെ നിലപാടാണോ ശ്രേഷ്ഠം? അവരോട് ചോദിക്കുക, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാവുക സാധ്യമാണോ? ബുദ്ധിയുള്ളവർ മാത്രമേ ഉത്ബോധനം സ്വീകരിക്കൂ. അപ്പോൾ ഇതിൽ അവരുടെ ഗുണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മമെന്ന് വെച്ചാൽ നിശാവേളകൾ കഴിച്ചു കൂട്ടുന്നവരാണ് അള്ളാഹുവുമായി. അപ്പോൾ ആ രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, ആ സമയം മനസ്സിൻ്റെ ഏറ്റവും രഹസ്യമായ കൈമാറ്റം സംഭവിക്കുന്നു. മനസ്സും കണ്ണും കാതും രോമകൂപങ്ങൾ പോലും ഓരോ ശ്വാസോച്ഛ്വാസവും ഹൃദയമെടുപ്പും എല്ലാം അള്ളാഹുവുമായി ബന്ധിതമാകുന്നു. സ്വന്തം ഹൃദയമെടുപ്പ് സ്വയം കേൾക്കുന്ന, സ്വന്തം ശ്വാസോച്ഛ്വാസത്തെ സ്വയം കേൾക്കുന്ന അത്രയും ശാന്തമായ അന്തരീക്ഷത്തിലാണ് നമ്മൾ പടച്ച തമ്പുരാനെ പ്രാപിക്കുന്നത്. അപ്പോഴാണ് പടച്ചവൻ നമ്മളുമായിട്ട് ഏറ്റവും അടുത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാരമെല്ലാം ഒഴിവായി ഒരു തൂവൽ പോലെ കനം കുറഞ്ഞ ഒരവസ്ഥയിലെത്തും. അള്ളാഹുലേക്ക് നമ്മൾ ഉയർന്നു പോകുന്ന ഒരു അനുഭൂതി. നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം ഉറയ്ക്കാനും നല്ല രീതിയിൽ നമുക്ക് നല്ല പ്രവൃത്തികൾ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു മനക്കരുത്ത് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇവിടെ രണ്ട് തരം ആളുകളെ താരതമ്യം ചെയ്യുകയാണ്. ഒരു കൂട്ടർ സാധാരണ അവസ്ഥയിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും വിഷമസന്ധി നേരിട്ടാൽ അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യുന്നവരാണ്. മറ്റേ വിഭാഗം അള്ളാഹുവിനെ അനുസരിക്കുകയും ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യുന്നത് തങ്ങളുടെ സ്ഥിര സമ്പ്രദായമായി സ്വീകരിച്ചവരാണ്. രാത്രിയുടെ ഏകാന്തതയിൽ അവർ നിർവഹിക്കുന്ന ഇബാദത്തുകൾ അവരുടെ നിഷ്കളങ്കതയ്ക്ക് തെളിവാകുന്നു. ഇതിൽ ആദ്യത്തെ വിഭാഗക്കാരെ അള്ളാഹു അജ്ഞരെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അവർ വലിയ വലിയ ഗ്രന്ഥപുരകൾ ഊറ്റിക്കുടിക്കുന്നുണ്ടെങ്കിലും ശരി,
രണ്ടാം വിഭാഗത്തെ അവൻ ജ്ഞാനികളെന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ വിചാരം എന്താണ്? ഈ ഭൗതികപരമായ എല്ലാ അറിവും നേടിക്കഴിയുമ്പം നമ്മളെന്തോ വലിയൊരു സംഭവം, അങ്ങനെയുള്ളവർക്കാണ് എല്ലാവരും വലിയൊരു സ്ഥാനവും ബഹുമാനവും എല്ലാം കൊടുക്കുന്നത്. അവർ ഉയരങ്ങളിലും വിജയങ്ങളിലും എത്തി എന്നുള്ളത്. പക്ഷേ അതിനെ അള്ളാഹു പറയുന്നത് എങ്ങനെയാണ്? അവർ അത്രമാത്രം ഇതൊന്നും ഇല്ല എങ്കിലും നമ്മുടെ യഥാർത്ഥ റബ്ബിനെ നമ്മൾ തിരിച്ചറിയുകയും അതേ റബ്ബ് എന്തിനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അതുകൊണ്ട് അതിന് മുറുകെ പിടിക്കുന്നവർ, അത് മാത്രം വേണമെന്നല്ല, ഈ കാര്യം മുറുകെ പിടിക്കുന്നവരാണ് ഏറ്റവും വലിയ ജ്ഞാനികളായിട്ട് അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ആത്മീയ വിദ്യാഭ്യാസമാണെങ്കിലും ആത്മീയമായ അറിവാണെങ്കിലും ഒരുപാട് നേടിയിട്ടും വേണ്ട രീതിയിൽ ഇഖ്ലാസോടുകൂടി നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുമായിട്ട് വേണ്ട വിധത്തിൽ അടുക്കാത്തവരുമുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല കറകളഞ്ഞ ഒരു ഈമാനോടുകൂടി ആർക്കാണോ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നത് അവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. അവർക്ക് അതിന് മാത്രം അറിവുകളൊന്നും ഇല്ലെങ്കിലും അവർ തികച്ചും നിരക്ഷരായിരുന്നാലും ശരി. എന്തുകൊണ്ടെന്നാൽ അടിസ്ഥാന കാര്യം യാഥാർത്ഥ്യജ്ഞാനവും തദനുസരമായ കർമ്മവുമാകുന്നു. അതിനു മാത്രം ആശ്രയിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ വിജയം. അള്ളാഹു ചോദിക്കുകയാണ്, ഈ രണ്ടു കൂട്ടരും എങ്ങനെയാണ് തുല്യരാവുക? ഈ ലോകത്ത് ഇവരൊന്നിച്ച് ഒരു വഴിയിൽ സഞ്ചരിക്കുകയും പരലോകത്ത് രണ്ടു കൂട്ടരും ഒരേ വിധം പരിണതി അനുഭവിക്കുകയും ചെയ്യുക സംഭവ്യമാണോ? ഒരിക്കലും ഇവർ ഒരേപോലെ ആവുകയില്ല. രണ്ടുപേർക്കും പരലോകത്ത് അവരുടെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും. പിന്നീട് പറയുന്നു, വിശ്വസിച്ചാൽ മാത്രം പോരാ, ഭക്തി കൈക്കൊള്ളുക. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുക, വിരോധിച്ചവ വർജിക്കുക. അടുത്തത്, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കുന്നതിന് ഒരു പട്ടണമോ ദേശമോ ഇടുങ്ങിയതായി തീരുന്നുവെങ്കിൽ ക്ലേശമില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊള്ളുക എന്നർത്ഥം. ഈ ആയത്ത് അവതരിച്ചതിന് ശേഷമാണ് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയത്. പ്രവാചകനോട് പറയുക, എൻ്റെ ദൗത്യം പറയുക എന്നത് മാത്രമല്ല, ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുകൂടി പറയുന്നു. ഏതൊരു വഴിക്കാണോ ഞാൻ ജനങ്ങളെ വിളിക്കുന്നത് ആ വഴിയിൽ ഒന്നാമനായി ഞാൻ തന്നെ നടന്നു കാണിക്കുന്നു. നമുക്ക് ആൾക്കാർക്ക് ഉപദേശം കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും അത് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ആദ്യം നമ്മളെ തന്നെ അത് അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതാണ് റസൂല് ചെയ്തത്. വ ഉമിർത്തു ലി അൻ അകൂന അവ്വലൽ മുസ്ലിമീൻ. ഒന്നാമനായി ഞാൻ തന്നെ മുസ്ലിമായിരിക്കാൻ ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അള്ളാഹു കൽപ്പിച്ചതാണ്, അങ്ങനെ ആയിരിക്കുക എന്ന് റസൂലിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇനി പാപ്പരായവരാരാണെന്ന് പറഞ്ഞു തരാണ്. തങ്ങളെയും തങ്ങളുടെ ബന്ധുമിത്രാദികളെയും മഹാനഷ്ടത്തിൽ അകപ്പെടുത്തിയവർ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ യഥാർത്ഥത്തിൽ പാപ്പരായവരത്രേ. അവരെന്താണ് ചെയ്തത്? അവർ അള്ളാഹുവിനെ കൂടാതെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇബാദത്ത് ചെയ്തു. അവർക്കുള്ളത് മീതെയും താഴെയും തീയാലുള്ള കുടകളല്ലോ. ആ പരിണതിയെക്കുറിച്ചത്രേ അള്ളാഹു അവൻ്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത്. അതിനാൽ എൻ്റെ ദാസന്മാരെ, എൻ്റെ കോപത്തെ സൂക്ഷിക്കുവിൻ. നമ്മൾ വിചാരിക്കും നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു കരുണയുള്ളവനാണ്, നമുക്ക് പുറത്തു തരും എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പാപമെല്ലാം ഇത്ര നിസ്സാരമാക്കി എടുക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. പക്ഷേ യഥാർത്ഥ നീതി നടപ്പാക്കണമെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ടി വരും. അതാണ് കാരണം. ഇപ്പോൾ ഒരു എക്സാം നടക്കുന്നു, കുറച്ച് പേര് പഠിച്ച് നല്ല വൃത്തിയായിട്ട് എഴുതുന്നു, അവർക്ക് മാർക്ക് കിട്ടുന്നു. ഇനി പഠിക്കാതെ ഉഴപ്പി നടക്കുന്നവർക്കും അവരുടെ പോലെ തന്നെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു നീതിയില്ലല്ലോ. അവർ സ്വയം തെറ്റ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, തെറ്റായ അധ്യാപനങ്ങളും ശിക്ഷണ മാതൃകകളും മുഖേന കുടുംബത്തെയും ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും സമുദായത്തെയും കൂടി അയാൾ പാപ്പരാക്കി കളയുന്നുണ്ട്.
അള്ളാഹു ദുനിയാവിൽ അവർക്ക് നൽകിയ വിഭവങ്ങളെല്ലാം അവർ ഉപയോഗിച്ചിട്ട് അതെല്ലാം നൽകിയ അള്ളാഹുവിനെ മറന്ന് മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും അവരെ രക്ഷിക്കും എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് അവർക്കുള്ളത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. ധിക്കാരികൾക്ക് അടിമപ്പെടുന്നത് വർജിക്കാനാണ് അള്ളാഹു പ്രത്യേകം നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ അടിമയാണ് എന്ന്, ആര് പറയുന്നതാണ് നമ്മൾ അനുസരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മൾ അനുസരിക്കുന്ന ആൾ നല്ലതാണോ, അവർ നേരായ വഴിയിലാണോ, അതോ ധിക്കാരികളാണോ? ഒരു ധിക്കാരിയെ അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മളെന്താവും? നമ്മളും തെറ്റിലേക്കാണ് പോകുന്നത്. വജിത്തനബു താകൂത്ത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ താകൂത്ത് എന്ന് പറയുന്നത് സ്വന്തം ഇഷ്ടത്തിന് സ്വയം നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അതനുസരിച്ച് ജീവിക്കുകയും മറ്റുള്ളവരെ അതനുസരിക്കുവാൻ പറയുകയും ചെയ്യുന്നവരും താകൂത്തുകളാണ്. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സ്വയം താകൂത്തുകളാകാതിരിക്കാനും നോക്കണം, മറ്റു താകൂത്തുകളെ അനുസരിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇബാദ് الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാസന്മാരെ സുവാർത്ത അറിയിക്കാൻ റസൂലിനോട് പറയാണ്, വചനങ്ങളെ ശ്രദ്ധിച്ചു കേൾക്കുകയും എന്നിട്ട് അതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരെ അവരാകുന്നു അള്ളാഹു സന്മാർഗം നൽകിയിട്ടുള്ളവർ, ബുദ്ധിമാന്മാരും അവർ തന്നെ. നമുക്ക് ചുറ്റും കേൾക്കുന്ന എല്ലാ സൗണ്ടിൻ്റെയും പുറകെ പോകാതെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഏറ്റവും നല്ലതിനെ നമ്മൾ പിൻപറ്റാൻ ശ്രദ്ധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കാലത്ത്, ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലത്ത് നമുക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേൾക്കുന്നതെല്ലാം അങ്ങ് വിശ്വസിക്കാതെ ശ്രദ്ധിച്ച് കേട്ടിട്ട് ഏറ്റവും നല്ലതിനെ പിൻപറ്റുക. അത് എക്സ്ട്രാക്റ്റ് ചെയ്ത് നല്ലതിനെ നമ്മൾ എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു നമ്മളെ സ്വർഗനരകങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ആയത്തുകൾ ഇട്ട് തരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷാവിധി സ്ഥിരപ്പെട്ട് കഴിഞ്ഞവനെ രക്ഷിക്കാൻ സാധിക്കുന്നവനാരുണ്ട്? നിനക്ക് സാധിക്കുമോ? നരകത്തിൽ വീണു കഴിഞ്ഞവനെ രക്ഷിക്കാൻ. എന്നാൽ റബ്ബിനോട് ഭക്തി പുലർത്തിയവർക്ക് നിലനിലകളായി നിർമ്മിച്ച മണിമേടകളുണ്ട്, അവയ്ക്കു താഴെ ആറുകൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാകുന്നു. അള്ളാഹു ഒരിക്കലും വാഗ്ദാനം ലംഘിക്കുകയില്ല. ശരിക്കും നമ്മൾ മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത് ഈ ആയത്തുകളിലൂടെ തന്നെ പോകുമ്പോഴാണ്. ശരിയായ രീതിയിൽ നമ്മൾ അർത്ഥം വളരെ സിമ്പിളാണ് പറഞ്ഞത് തന്നെ. വീണ്ടും വീണ്ടും നമ്മൾ സ്വർഗ നരക കാര്യങ്ങൾ മാത്രം അതിൻ്റെ ആയത്തുകളെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ആ ആയത്ത് അങ്ങനെ ഖുർആൻ ആയത്തായിട്ട് തന്നെ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ വളരെയേറെ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹു നമുക്ക് വിധിച്ച് നമ്മൾ തന്നെ അത് ചോദിച്ച് മേടിച്ച ശിക്ഷയാണ്. അടുത്ത സംഭവത്തിലേക്ക് അള്ളാഹു നമ്മളെ ശ്രദ്ധ തിരിക്കുകയാണ്. അള്ളാഹു ആകാശത്തു നിന്ന് ജലം വർഷിച്ചു, എന്നിട്ടതിനെ നീർച്ചാലുകളായും നദികളായും ഉറവകളായും ഭൂമിയിൽ സഞ്ചരിപ്പിച്ചു. പിന്നെ ആ ജലം മുഖേന അവൻ വിവിധ വർഗങ്ങളിലുള്ള പല പല വയലുകളുണ്ടാക്കുന്നു. പിന്നെ ആ വയലുകൾ വിളഞ്ഞുണങ്ങുന്നു. അപ്പോൾ അത് മഞ്ഞളിച്ചതായി നിനക്ക് കാണാം. ഒടുവിൽ അള്ളാഹു അതിനെ കേവലം ചപ്പു ചവറാക്കുന്നു. ബുദ്ധിയുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട്. അപ്പോൾ ആ പ്രകൃതിയിലേക്ക് ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചിട്ട് അത് തന്നെയാണ് നമ്മുടെ ലൈഫിലും സംഭവിക്കുന്നത്. ഈ ഭൗതിക അങ്ങനെ അള്ളാഹു നമുക്ക് ഉദാഹരണം മനസ്സിലാക്കി തരികയാണ്. ഈ ഭൗതിക ജീവിതത്തിലും അതിലെ അലങ്കാരങ്ങളും എല്ലാം ക്ഷണികങ്ങളാണെന്ന് ബുദ്ധിയുള്ളവർ ഈ ഉദാഹരണത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു. എല്ലാ വസന്തങ്ങളും ശിശിരങ്ങളും വഴിമാറുന്നു. എല്ലാ യൗവനങ്ങളുടെയും പരിണതി അവശതയും മരണവുമാകുന്നു. ഇത് ഏറ്റവും വലിയ റിയാലിറ്റി നമ്മുടെ മുമ്പിൽ
പെട്ടെന്ന് വളരെ സ്പീഡിന് സംഭവിച്ചു പോകുന്നതാണ് ഓരോരുത്തരുടെ പ്രായങ്ങൾ. ഓരോ സ്റ്റേജിലേക്ക് ഓരോരുത്തർ പോകുന്നതും വയസ്സാകുന്നതും രോഗാവസ്ഥയാകുന്നതും മരണപ്പെടുന്നതും ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മളും അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. എന്നിട്ടും നമ്മൾ ഈ ദുനിയാവിലെ നൈമിഷികമായ ആസ്വാദനത്തിൽ ആണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കാനുള്ള ക്ഷമ വരെ നഷ്ടപ്പെട്ടു പോയിരിക്കുക മനുഷ്യർക്ക്. എല്ലാ ഉത്ഥാനങ്ങളും ഒടുവിൽ പതനത്തിൽ ചെന്നെത്തുന്നു. അതിനാൽ ഇഹലോകം മനുഷ്യൻ അതിൻ്റെ സൗന്ദര്യത്തിൽ മയങ്ങി ദൈവത്തെ വിസ്മരിക്കുകയോ ഇവിടുത്തെ ഏതാനും നാളുകളിലെ വസന്തം ആസ്വദിക്കുന്നതിന് വേണ്ടി പരിണതി നാശകരമാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യാവുന്ന സ്ഥലമല്ല. കൂടാതെ ഇവിടുത്തെ വസന്തവും ശിശിരവും അള്ളാഹുവിൻ്റെ മാത്രം അധികാരഹസ്തത്തിലാണുള്ളതെന്നും ബുദ്ധിയുള്ളവർക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. ഇനി ഈ ദുനിയാവിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, അത് അള്ളാഹുവാണ് നമുക്ക് നൽകിയതാണ് കുറച്ച് നാളത്തേക്ക്. അടുത്തത് ഹൃദയവിശാലതയെക്കുറിച്ചാണ് പറയുന്നിരിക്കുന്നത്. ഹൃദയവിശാലത നമ്മൾ എപ്പോഴും നേടിയെടുക്കാൻ ശ്രമിക്കണം. എങ്ങനെയാണ് നമുക്ക് ഹൃദയവിശാലത ഉണ്ടാകുന്നത്? ഹൃദയം വിശാലമുള്ളതുമാകാം, കുടിസുള്ളതുമാകാം. ഇനി കുടിസായിട്ടുള്ള ഒരു ഹൃദയമാണെങ്കിൽ, നമ്മൾ മാറാൻ തയ്യാറാണെങ്കിൽ നമുക്കത് വിശാലമുള്ളതാക്കാം. നമ്മൾ വില്ലിങ് ആകണം, ഓപ്പൺ മൈൻഡഡ് ആകണം. ഐ ആം റെഡി ടു ചേഞ്ച് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഉള്ളിലേക്ക് പറയുന്നത് കയറും, മാറും. അവരുടെ ഹൃദയം പഴയതിൽ നിന്നും മാറ്റങ്ങൾ നല്ല രീതിയിലുണ്ടാകും. അത് പോസിബിളാണ്. അതേസമയം ഞാൻ ഇതൊന്നും ഒരു ചേഞ്ചിനും ഞാൻ റെഡിയല്ല എന്നും പറഞ്ഞ് മനസ്സിന് ഒരു അടപ്പിട്ടതുപോലെ ഒന്നും ഉള്ളിലോട്ട് കയറ്റാതിരിക്കുകയാണെങ്കിൽ അവർ മരണം വരെ ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിരിക്കും. ഏതെല്ലാം സ്വഭാവദൂഷ്യമുണ്ട് എങ്കിലും നമുക്ക് ഓരോ ആയത്ത് വഴി നമുക്കെല്ലാം ഈസി ആയിട്ട് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളിൽ ഉള്ള കുറവ് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇടുക്കമുണ്ടോ, നമ്മളറിയാതെ അത് സംഭവിച്ചു പോയതായിരിക്കും. ചിലപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് കിട്ടിയതായിരിക്കും. അത് നമ്മുടെ കുഴപ്പമല്ല. അത് പക്ഷേ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയെല്ലാം വിശാലമാക്കാം എന്നുള്ളത് നമുക്കിതിൽ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ സെൽഫിഷ് ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഇടുങ്ങി നമ്മൾ ചിന്തിക്കുന്നത്. കിട്ടുന്നതെല്ലാം എനിക്ക് വേണം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ വീട് എന്നുള്ളൊരു ചിന്ത. അതേസമയം അപ്പോൾ അവർക്ക് ആ ഒരു അവരുടെ ചിന്ത ഈ ദുനിയാവ് മാത്രമായിരിക്കും. അതേസമയം പരലോക വിശ്വാസമുള്ളവർ ഇവിടുത്തെ നേട്ടം മാത്രമല്ല അവരുദ്ദേശിക്കുന്നത്, അവിടെ നിന്ന് കിട്ടുന്ന റിവാർഡും കൂടെ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ആ വലുതാണ് അവരുടെ ആ വിഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് കൊടുത്താലും അള്ളാഹു എനിക്കത് പകരം തരും, അതിനുള്ള പ്രതിഫലം തരും, നഷ്ടം വന്നാലും ഒന്നും അവർ പരിഭ്രാന്തരാകുന്നില്ല. അതായത് ഈ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ഇസ്ലാം സത്യമാണെന്ന ബോധ്യം ആർജിക്കാനും അള്ളാഹു ഉദവിയേകിയവർ. ഒരു കാര്യത്തിന് ഒരാളുടെ ഹൃദയം വിശാലമാവുക അല്ലെങ്കിൽ മാറു തുറക്കുക എന്ന് പറയുന്നത് അക്കാര്യത്തെക്കുറിച്ച് അയാൾക്ക് ഒരു സംശയമോ ശങ്കയോ അവശേഷിക്കാതിരിക്കുകയും ഏതെങ്കിലും അപകടത്തെ സംബന്ധിച്ച ഭയമോ നഷ്ടത്തെ സംബന്ധിച്ച ഉത്കണ്ഠയോ അക്കാര്യം സ്വീകരിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും തടസ്സമാവാതിരിക്കുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ മടിക്കുന്നത്? പൈസ കൊടുത്താൽ ഇബ്ലീസ് തോന്നിക്കും, എൻ്റെ പൈസ ഇത് നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നും. അപ്പോൾ നമുക്കത് കൊടുക്കുമ്പം ഒരു ബുദ്ധിമുട്ട്, മനസ്സിനൊരു ബുദ്ധിമുട്ട്. പിന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് തിങ്ക് ചെയ്യും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമോ എന്നുള്ള ഒരു ഭയം. അതും നമ്മൾ ഇബ്ലീസിൻ്റെ പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ശങ്കയോ ഭയമോ കൂടാതെ അള്ളാഹുവിനോടുള്ള പ്രതീക്ഷ അർപ്പിച്ച് നമ്മൾ വിശാലമായ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക്
ഹൃദയ വിശാലതയുണ്ടാകും. അവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. അവർക്ക് ഒരു അപകടത്തെക്കുറിച്ച് ഉള്ള ഭയമോ ആശങ്കയോ ഒന്നും ഉണ്ടാവില്ല. നഷ്ടത്തെക്കുറിച്ചുള്ള ഒരു പേടിയോ ഒന്നുമില്ല. അവർ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തവരായിരിക്കും. അപ്പം നമ്മളിൽ പലപ്പോഴും സംഭവിക്കുന്നത് ദുനിയാവും ആഖിറവും തമ്മിലുള്ള ഒരു മത്സരമാണ് ഉണ്ടാകുന്നത്. എന്നാലും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കേണ്ടത് എന്താണെന്നുള്ളത് നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും അവർക്ക് സംതൃപ്തി അനുഭവിക്കും. അത് സത്യമാണ് എന്ന് പൂർണ്ണ ബോധ്യമുള്ളതിനാൽ അയാൾ എന്ത് തന്നെയായാലും താൻ അതിലൂടെ തന്നെ ചലിക്കേണ്ടതാണ്. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ച് മുന്നോട്ട് ധൈര്യമായിട്ട് പോകുന്നവരായിരിക്കും. അതിൽ ദൃഢനിശ്ചയം ചെയ്യുന്നു. ഒരാൾ ഈ വിധം ദൃഢനിശ്ചയം ചെയ്ത് ഇസ്ലാമിൻ്റെ പാതയിൽ പ്രവേശിച്ചാൽ പിന്നെ ദൈവദൂതനിൽ നിന്നും ഏത് വിധി കിട്ടിയാലും വൈമുഖ്യത്തോടെയല്ല, തികഞ്ഞ തൃപ്തിയോടെയും ആഗ്രഹത്തോടെയും അതനുസരിക്കുന്നു. വേദഗ്രന്ഥത്തിലും പ്രവാചകചര്യയിലും കാണുന്ന പ്രമാണങ്ങളെയും തത്വങ്ങളെയും ചിന്തകളെയും എല്ലാം അയാൾ സ്വന്തം മനസ്സിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ശബ്ദം എന്നവണ്ണം സ്വീകരിക്കുന്നു. അപ്പോൾ അവരുടെ ചിന്തകളും തത്വങ്ങളും പ്രമാണങ്ങളും എല്ലാം സ്വന്തമായി നേരത്തെ പറഞ്ഞ താഗൂത്ത് സ്വന്തം ഇച്ഛയുടെ അനുസരിച്ചിലല്ല, അള്ളാഹുവിൻ്റെ കിതാബ് അനുസരിച്ച്. അവിഹിതമായ ഏതെങ്കിലും ലാഭം വർജിക്കുന്നതിൽ അയാൾക്ക് ഒരു മനസ്താപവും ഉണ്ടാവുന്നില്ല. അത് തനിക്കൊരു ലാഭമേ അല്ലെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തന്നിൽ നിന്ന് ഒഴിവായിപ്പോയ ഒരു നഷ്ടമായിരുന്നു എന്നുമായിരിക്കും അയാളുടെ നിലപാട്. കാരണം അയാൾ ചിന്തിക്കുന്നത് ഭൗതികതയിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രമല്ല, രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ ചിന്ത വാസ്റ്റ് ആൻഡ് വൈഡ് ആയിരിക്കും. അപ്പം ഉണ്ടാകുന്ന നഷ്ടം കൊണ്ട് നമ്മൾ ഡെസ്പാവുന്നില്ല. കാരണം ആ നഷ്ടത്തിലൂടെ അള്ളാഹു എനിക്ക് എന്തോ വലിയ ലാഭമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയായിരിക്കും. അതുപോലെ സന്മാർഗത്തിൽ നിലകൊള്ളുന്നത് മൂലം വല്ല ക്ലേശവും നേരിടേണ്ടി വന്നാൽ അതിൽ വെപ്രാളപ്പെടുകയില്ല, ശാന്തഹൃദയനായി സഹിക്കുകയാണ് ചെയ്യുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നതിനെ അപേക്ഷിച്ച് മറ്റേത് കഷ്ടവും വളരെ തുച്ഛമായതായിട്ടേ അയാൾ കാണും. അയാൾ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകുന്നത് അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുക. അതിൽ തെന്നിപ്പോയി കഴിഞ്ഞാൽ അതാണ് അയാൾക്കുണ്ടാകുന്ന വലിയ നഷ്ടം. പലപ്പോഴും നമ്മുടെ ഇസ്ലാമിക പ്രവർത്തനത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറച്ച് സംസാരത്തിൽ നിന്നും എല്ലാം ആൾക്കാർ ഭിന്നിക്കപ്പെടാറുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്ത് ദീനിൻ്റെ മാർഗത്തിൽ അവരുമായിട്ട് ഒന്നിച്ച് നിലകൊള്ളുക. ആ സമയത്തൊക്കെ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. ആപത്തുകളെ നേരിടുന്നതിലും ഇതുതന്നെയായിരിക്കും നിലപാട്. ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്കൊരു മാർഗവുമില്ലെന്നും ആപത്ത് വന്നാലും പോയാലും താൻ നിലകൊള്ളേണ്ടത് അള്ളാഹുവിൻ്റെ ഒരേ ഒരു സന്മാർഗത്തിൽ മാത്രമാണെന്നും അയാൾ മനസ്സിലാക്കുന്നു. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അള്ളാഹുവിൻ്റെ നൂറിലായിരിക്കും, അതായത് വേദഗ്രന്ഥത്തിൻ്റെയും പ്രവാചകചര്യയുടെയും രൂപത്തിൽ അയാൾക്കൊരു ജ്ഞാനദീപം ലഭിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ അയാൾക്ക് ജീവിതത്തിൻ്റെ എണ്ണമറ്റ നടപ്പാതകൾക്കിടയിൽ സത്യമാർഗം ഏതാണെന്ന് ഓരോ കാൽവെപ്പിലും വ്യക്തമായി കണ്ടുകൊണ്ട് ഗമിക്കാൻ കഴിയുന്നു. ആ വ്യക്തത കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നല്ലത് നമ്മൾ ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് ഏറ്റവും നല്ലതിനെ പിൻപറ്റുക. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നീട് പറയുന്നു, ഹൃദയം കടുത്തു പോയവർക്ക് മഹാനാശമുണ്ട്. മനസ്സെങ്ങനെയാണ് കടുത്തു പോകുന്നത്? യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ സ്വന്തം താല്പര്യത്തെക്കുറിച്ചും
ലാഭനഷ്ടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഹൃദയം കടുത്തു പോകും. എന്നിട്ട് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഹൃദയവിശാലതയ്ക്ക് വിപരീതമായി മനുഷ്യ മനസ്സിന് രണ്ടവസ്ഥകളുണ്ടാകും. ഒന്ന് മനസ്സങ്കോചം. ഈ അവസ്ഥയിൽ മനസ്സ് സത്യത്തെ ഉൾക്കൊള്ളണമോ എന്ന കാര്യത്തിൽ സന്ദേഹിച്ച് നിൽക്കുന്നു. അതായത് ആ ദൃഢവിശ്വാസം ഉറച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഹൃദയ കാഠിന്യമാണ്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും. അതേസമയം അടുത്തത് ഹൃദയ കാഠിന്യമാണ് മറ്റൊരവസ്ഥ. മനസ്സ് പാറ പോലെ ഉറച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ സത്യത്തിന് അതിലേക്ക് കടന്നു ചെല്ലാൻ ഒരു പഴുതും ഉണ്ടായിരിക്കുകയില്ല. ഈ രണ്ടാമത് പറഞ്ഞ അവസ്ഥയിലെത്തിയവർക്ക് പിന്നെ സമ്പൂർണ്ണ നാശമാണുള്ളതെന്നാണ് അള്ളാഹു പറയുന്നത്. ഒരാൾ സങ്കുചിത മനസ്കനായതോടൊപ്പം തന്നെ ഒരിക്കൽ സത്യം സ്വീകരിക്കാൻ എങ്ങനെയെങ്കിലും സന്നദ്ധനാവുകയാണെങ്കിൽ രക്ഷപ്പെടാൻ കുറച്ചൊക്കെ സാധ്യതയുണ്ട്. ഈ രണ്ടാമത്തെ ആശയം ഇതിലവർ ധിക്കാരത്തെ വലിയ അന്തസ്സായി കരുതുന്നു. നമുക്കങ്ങനെ ഈ പലതരത്തിലുള്ള ഈ 3 തരത്തിലുള്ള ആൾക്കാരെ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് നമ്മൾ സ്വയം നോക്കുക. ആദ്യം അവ്വലുൽ മുസ്ലിമീൻ, നമ്മൾ ഒന്നാമനാകാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഡ്യൂട്ടി. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ദൃഢവിശ്വാസം ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ഈമാൻ വിട്ടുപോകാം. അതുകൊണ്ട് ദൃഢവിശ്വാസം എപ്പോഴും നമ്മൾ നേടിയെടുത്ത് കൊണ്ടേയിരിക്കണം. അത് നിരന്തര പരിശ്രമം ആവശ്യമാണ്. അതേസമയം ഈ സങ്കുചിത മനസ്സ് അവർ കുറച്ചൊക്കെ ഉള്ളിലേക്ക് കേൾക്കാൻ വില്ലിങ് ആയിട്ടുള്ളവരായിരിക്കും. അവർക്ക് കുറേ മാറാൻ സാധിക്കും വേണമെന്ന് വെച്ചാൽ. അതേസമയം പാറ പോലെ കടുത്ത ആൾക്കാരോട് നമ്മൾ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ടൈം വേസ്റ്റ് ആയിരിക്കും. അവർ വിചാരിക്കണം അവർക്ക് കേൾക്കണമെന്ന്, എന്നാൽ മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ധിക്കാരികളായിട്ട് തന്നെ തുടരും. അവർക്കാണ് അള്ളാഹു പറയുന്നത് മഹാനാശം. അപ്പോൾ ഖുർആൻ കേൾക്കുമ്പം നല്ല മനസ്സുള്ളവരുടെ ഹൃദയങ്ങൾ എന്താവും? തരിളിതമാകും. സെയിം ടൈം ആ കടുത്ത ഹൃദയമുള്ളവരുടേതോ അവർ വീണ്ടും കടുത്തു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല. ഹൃദയം കടുത്തു പോകുന്നതിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.